Hi, welcome to Renisha's CS Edu World. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പഠിക്കാൻ പോകുന്നത് ഒത്തൻറ്റിക്കേഷൻ പ്രോട്ടോകോൾസിനെ കുറിച്ചാണ്. ഒത്തൻറ്റിക്കേഷൻ പ്രോട്ടോകോൾസ് നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓക്കെ, ഒത്തൻറ്റിക്കേഷൻ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത് രണ്ട് പാർട്ടീസ് നമുക്കിപ്പം മെസ്സേജ് പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ രണ്ട് പാർട്ടീസ് കറക്റ്റാണ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, ഇപ്പം ആലീസും ഉണ്ട് ബോബും രണ്ട് പേരുണ്ടെങ്കിൽ, സെൻറ്ററും റിസീവറും ഉണ്ടെങ്കിൽ ആദ്യം ഫസ്റ്റ് എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് ബോബിനിപ്പോൾ ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ അത് ആലീസിൽ നിന്ന് തന്നെയാണ് വന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അതിനു വേണ്ടിയാണ് നമ്മൾ ഒതൻറ്റിക്കേഷൻ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. കൂടാതെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും, സെക്ഷൻ കീ എക്സ്ചേഞ്ച് ചെയ്യാനും ഒതൻറ്റിക്കേഷൻ പ്രോട്ടോകോൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പം ഒതൻറ്റിക്കേഷൻ പ്രോട്ടോകോൾ ഈസ് യൂസ്ഡ് ടു കൺവിൻസ് പാർട്ടീസ് ഓഫ് ഈച്ച് അതർ ഐഡൻറ്റിറ്റി ആൻഡ് എക്സ്ചേഞ്ച് സെക്ഷൻ കീസ്. ഐഡൻറ്റിഫൈ ചെയ്യാനും സെക്ഷൻ കീ എക്സ്ചേഞ്ച് ചെയ്യാനും, സെക്ഷൻ കീ എക്സ്ചേഞ്ച് ചെയ്യാനുമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഒതൻറ്റിക്കേഷൻ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. രണ്ട് കീ ഇഷ്യൂസ് ആണ് നമ്മളിവിടെ ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻഷ്യാലിറ്റി ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി എന്താണ്? ടു പ്രൊട്ടക്റ്റ് സെക്ഷൻ കീ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ആ പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ, ആരെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും അത് എടുത്തുകൂടെ? അങ്ങനാണെങ്കിൽ എന്ത് ചെയ്യും? കോൺഫിഡൻഷ്യാലിറ്റി അത് നഷ്ടപ്പെടും. ഓക്കെ, അപ്പം സെക്ഷൻ കീ എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റ് ചെയ്യണം. ആ പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ ആർക്കൊരു തേർഡ് പാർട്ടിക്ക് അത് എടുക്കാൻ പറ്റും. അത് യൂസ് ചെയ്തിട്ട് ആ സെക്ഷൻ കീ അവർക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കോൺഫിഡൻഷ്യാലിറ്റി പോയി. അതാണ് ഒരു ഇഷ്യൂ. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ടൈം ലൈനസ്. ഓക്കെ, അതായത് റിപ്ലൈ അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മളൊരു ടൈം കൊടുക്കുവാണ്. ഓക്കെ, അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സെക്ഷൻ കീയെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതൊരു മെയിൻ കാര്യമാണ്. ഒതൻറ്റിക്കേഷൻ പ്രോട്ടോകോളിൻ്റെ അകത്ത് നമ്മളെന്താ ഈ പ്രൊട്ടക്റ്റ് ചെയ്യണം സെക്ഷൻ കീ. രണ്ടാമത്തെ ടൈം ലൈനസ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ ടൈം ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് ആ ഒരു സെക്ഷൻ കീയെ കളയുക. ഓക്കെ, പിന്നെ അടുത്ത കമ്മ്യൂണിക്കേഷന് വേണ്ടി അടുത്ത കീ ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ ഈ സെയിം കീ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പർട്ടിക്കുലർ ലിമിറ്റ് കഴിയുമ്പോഴത്തേന് ഓക്കെ തേർഡ് പാർട്ടി എന്ത് ചെയ്യും? ഇതിൻ്റെ സെക്ഷൻ കീ ഒക്കെ ഇത് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കും. അപ്പം അതുകൊണ്ട് ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വരെ മാത്രമേ എന്ത് ചെയ്യാവൂ? ആ സെക്ഷൻ കീയുടെ ലൈഫ് കൊടുക്കാവൂ. അത് എന്തിനു വേണ്ടിയാണ്? ടു പ്രിവെൻറ്റ് റിപ്ലൈ അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ടൈം ലൈൻ കൊടുക്കുക. ഓക്കെ, ഇതാണ് ഒതൻറ്റിക്കേഷൻ പ്രോട്ടോകോള്. അപ്പം ഈ എന്ത് ചെയ്യണം? ഒതൻറ്റിക്കേഷൻ പ്രോട്ടോകോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് പാർട്ടീസ് തമ്മിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും പിന്നെ സെക്ഷൻ കീ എക്സ്ചേഞ്ച് ചെയ്യാനുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇഷ്യൂസ് പറഞ്ഞു. കോൺഫിഡൻസ്. രണ്ട് തരത്തിലുള്ള ഒതൻറ്റിക്കേഷൻ പ്രോട്ടോകോൾ ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മ്യൂച്വൽ ഒതൻറ്റിക്കേഷൻ പ്രോട്ടോകോളും സെക്കൻഡ് വൺ വേ ഒതൻറ്റിക്കേഷൻ പ്രോട്ടോകോളും. അപ്പോൾ ഒതൻറ്റിക്കേഷൻ പ്രോട്ടോകോള് നമുക്ക് കറക്റ്റ് ഐഡൻറ്റിറ്റി ആണോ എന്നറിയാനായിട്ടും പിന്നെന്താണ് നമ്മൾ സെക്ഷൻ കീയെ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ടുമാണ് ഒതൻറ്റിക്കേഷൻ പ്രോട്ടോകോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് രണ്ട് തരത്തിലുള്ള ഒതൻറ്റിക്കേഷൻ പ്രോട്ടോകോൾ ആണുള്ളത്. മ്യൂച്വൽ ഒതൻറ്റിക്കേഷൻ പ്രോട്ടോകോളും ഉണ്ട്. Mutual authentication protocol enable communicating parties to satisfy themselves mutually about each other's identity and to exchange section key. ഇപ്പം എയും ബിയും രണ്ട് പാർട്ടീസ് ഉണ്ടെങ്കിൽ ആ എയുടെയും ബിയുടെയും ഐഡൻറ്റിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അതായത് ഇപ്പം എയിൽ നിന്നൊരു മെസ്സേജ് പോവുകയാണെങ്കിൽ ആ എയിൽ നിന്ന് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നതിനുള്ള ഐഡൻറ്റിറ്റി ഉണ്ട്.
അത് ബി ഐഡൻറ്റിഫൈ ചെയ്യണം. അതുപോലെ ബിയുടെ ഐഡൻറ്റിറ്റി ആരെ ഐഡൻറ്റിഫൈ ചെയ്യണം? എയും ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, എന്തിനു വേണ്ടി? ആഡ് ടു എക്സ്ചേഞ്ച് സെക്ഷൻ കീ. എന്നിട്ട് എന്ത് ചെയ്യും? സെക്ഷൻ കീയെ എക്സ്ചേഞ്ച് ചെയ്യും. അപ്പം ഈ ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഒതൻറ്റിക്കേഷൻ പ്രോട്ടോക്കോളിൻ്റെ അകത്ത് നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു ഐഡൻറ്റിഫിക്കേഷൻ കാണും, ID കാണും. ഓക്കെ, കൂടാതെ ഒരു സെക്ഷൻ കീ ഇൻഫോർമേഷനും കാണും. ഇത് രണ്ടും എൻക്രിപ്റ്റഡ് ഫോമിലാണ് അയക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ഒരു ID എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ID കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ ആൾ ആ ID യൂസ് ചെയ്യാം. അല്ല, സെക്ഷൻ കീ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? ആ സെക്ഷൻ കീ വെച്ചിട്ട് മെസ്സേജിനെ ഡിക്രിപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു മ്യൂച്വൽ ഒതൻറ്റിക്കേഷൻ പ്രോട്ടോക്കോളിൻ്റെ അകത്ത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു ID കാണും. ആ IDയും സെക്ഷൻ കീയെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസും എൻക്രിപ്റ്റഡ് ഫോമിലാണ് നമ്മൾ അയക്കുന്നത്. ഓക്കെ, എൻക്രിപ്റ്റഡ് ഫോമിലാണ് നമ്മൾ അയക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ റിപ്ലൈ അറ്റാക്കിനെ ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ റിപ്ലൈ അറ്റാക്കിനെ ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ടൈം സ്റ്റാമ്പ്. ഓക്കെ, റിപ്ലൈ അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ടൈം സ്റ്റാമ്പ് അല്ലെങ്കിൽ ചലഞ്ച് ഓർ റെസ്പോൺസ് വെച്ചിട്ടാണ്. ഓക്കെ, ഒരു ടൈം സ്റ്റാമ്പ്, സാധാരണ ടൈം സ്റ്റാമ്പോ അല്ലെ ചലഞ്ചോ അല്ലെങ്കിൽ റെസ്പോൺസോ വെച്ചിട്ടാണ് നമ്മൾ റിപ്ലൈ അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. റിപ്ലൈ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്? നമ്മൾ ഈ സെക്ഷൻ കീ കിട്ടിക്കഴിഞ്ഞാൽ ആ മെസ്സേജിനെ ഡിക്രിപ്റ്റ് ചെയ്തിട്ട് തേർഡ് പാർട്ടിക്ക് എടുക്കാൻ പറ്റും. അപ്പം ടൈം സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം വരെ ആ സെക്ഷൻ കീ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സെക്ഷൻ കീ എക്സ്പയർ ആയിപ്പോകും. അത് തേർഡ് പാർട്ടിക്ക് പിന്നെ കിട്ടിക്കഴിഞ്ഞാലും ഒരു പ്രയോജനമില്ല. അപ്പം അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം റിപ്ലൈ അറ്റാക്കിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടൈം സ്റ്റാമ്പ് അല്ലെങ്കിൽ ചലഞ്ച് അല്ലെ റെസ്പോൺസ്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് പറഞ്ഞ എന്താണ്? മ്യൂച്വൽ ഒതൻറ്റിക്കേഷൻ ആണെങ്കിൽ മ്യൂച്വലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം 2 പാർട്ടീസ് ഉണ്ടെങ്കിൽ 2 പാർട്ടീസും അത് ഐഡൻറ്റിഫൈ ചെയ്യണം മ്യൂച്വലായിട്ട്. ഓക്കെ, അപ്പം 2 പാർട്ടീസും ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ സെക്ഷൻ കീ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ മെസ്സേജിനെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പം അതിൻ്റെ കൂടെ എൻക്രിപ്റ്റഡ് ഫോമിൽ സെക്ഷൻ കീയും അതിൻ്റെ IDയും കൂടെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്തിട്ട് അയക്കും. ഓക്കെ, അപ്പം റിപ്ലൈ അറ്റാക്കിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈം സ്റ്റാമ്പ് അല്ലെ ചാലഞ്ച് അല്ലെ റെസ്പോൺസ്. മ്യൂച്വൽ ഒതൻറ്റിക്കേഷൻ്റെ അകത്ത് 2 അപ്രോച്ചസ് ആണ് ഉള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നെങ്കിൽ സിമെട്രിക് എൻക്രിപ്ഷൻ അപ്രോച്ചും ഉണ്ട്. സെക്കൻഡ് എന്ന് പറയുന്നത് പബ്ലിക് എൻക്രിപ്ഷൻ അപ്രോച്ചും ഉണ്ട്. അപ്പം മ്യൂച്വൽ ഒതൻറ്റിക്കേഷൻ ഹാസ് 2 അപ്രോച്ചസ്. ഫസ്റ്റ് വൺ സിമെട്രിക് എൻക്രിപ്ഷൻ അപ്രോച്ച് ആൻഡ് സെക്കൻഡ് വൺ പബ്ലിക് എൻക്രിപ്ഷൻ അപ്രോച്ച്. സിമെട്രിക് എൻക്രിപ്ഷൻ അപ്രോച്ചിൻ്റെ അകത്ത് നമ്മളിവിടെ ഒരു കീ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ ആണ് ഉള്ളത്. ആദ്യം A എന്ന് പറയുന്നത് കീ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ കീ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ എക്ക് ഒരു IDയും സെക്ഷൻ കീയും കൂടെ കൊടുക്കും. ഓക്കെ, എയും ബിയും തമ്മിൽ മ്യൂച്വലി ഇപ്പം മെസ്സേജ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒരു മെസ്സേജ് ബിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? എയിലേക്ക് ഒരു മെസ്സേജ് തിരിച്ചു കൊടുക്കും. പിന്നെ എയും ബിയും തമ്മിൽ എന്ത് ചെയ്യാം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇതാണ് സിമെട്രിക് എൻക്രിപ്ഷൻ അപ്രോച്ചിൻ്റെ അകത്ത് ചെയ്യുന്നത്. ഓക്കെ, സിമെട്രിക് എൻക്രിപ്ഷൻ അപ്രോച്ചിൻ്റെ അകത്ത് ഇപ്പം മെസ്സേജ് സെൻഡ് ചെയ്യണമെങ്കിൽ KDCക്കകത്താണ്. KDC എന്ന് പറയുന്നത് കീ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററുമായിട്ട് അപ്രോച്ച് ചെയ്യും. അവിടെ നിന്നാണ് നമുക്ക് സെക്ഷൻ കീയും അതിൻ്റെ പിന്നെ എയുടെ ID ഒക്കെ കിട്ടുന്നത്. അതെന്ത് ചെയ്യും? ബിക്ക് അയച്ചു കൊടുക്കും. അപ്പം ബി ഇത് ചെക്ക് ചെയ്യും, KDC തന്നെ അയച്ചതാണോ, ഇത് കറക്റ്റ് ആണോ, വാലിഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് എയെ കോണ്ടാക്ട് ചെയ്യും. ദെൻ എയും ബിയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നത്. അസിമെട്രിക് എൻക്രിപ്ഷൻ ആണെങ്കിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒതൻറ്റിക്കേഷൻ സെർവറാണ്. എന്ന് പറയുന്നത് ഒരു ഒതൻറ്റിക്കേഷൻ സെർവറുമായിട്ട് കോണ്ടാക്ട് ചെയ്യും. ഒതൻറ്റിക്കേഷൻ സെർവർ എക്ക് പെർമിഷൻ കൊടുക്കും. പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ
കറക്റ്റായിട്ടുള്ള പേഴ്സൺ ആണ് ഇത് സെൻഡ് ചെയ്യുന്നതെന്നുള്ളത് ഒതൻറ്റിക്കേഷൻ സെർവറാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എയും ബിയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ഒതൻറ്റിക്കേഷൻ സെർവറാണ്. അപ്പോൾ കറക്റ്റ് യൂസർ തന്നെയാണോ അയക്കുന്നത് എന്നറിയാനായിട്ട്, സെൻഡർ തന്നെയാണോ അയക്കുന്നതെന്ന് അറിയാൻ ആദ്യം എന്ത് ചെയ്യണം, ഒതൻറ്റിക്കേഷൻ സെർവറാണ് അത് ചെക്ക് ചെയ്യുന്നത്. ആ ചെക്ക് ചെയ്തിട്ടാണ് പിന്നെ ഡേറ്റയെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. നീതംസ്-കോഡർ പ്രോട്ടോകോൾ. നീതംസ്-കോഡർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഒരു മ്യൂച്വൽ ഒതൻറ്റിക്കേഷൻ പ്രോട്ടോകോൾ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്നത് സിമെട്രിക് കീ എൻക്രിപ്ഷൻ ആണെങ്കിൽ എങ്ങനെയാണ്, സിമെട്രിക് കീ ആണെങ്കിൽ എങ്ങനെയാണ് നീതംസ്-കോഡറിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ മ്യൂച്വൽ ഒതൻറ്റിക്കേഷൻ ഫീച്ചർ ആദ്യം പ്രൊപ്പോസ് ചെയ്തത് നീതം ആൻഡ് സ്കോഡർ ആണ്. ഓക്കെ, അതിനകത്ത് സീക്രട്ട് കീ ആണ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. സീക്രട്ട് കീ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ട്രസ്റ്റഡ് പാർട്ടി ഉണ്ട്, കീ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ. ആ കീ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററാണ് ആ സീക്രട്ട് കീയെ എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം അത് സജസ്റ്റ് ചെയ്തത്, ഇനിഷ്യലി പ്രപ്പോസ് ചെയ്തത് നീതംസ്-കോഡറുമാണ്. അപ്പോൾ അതുകൊണ്ട് ആ പ്രോട്ടോക്കോളെ നീതംസ്-കോഡർ പ്രോട്ടോക്കോൾ എന്നറിയപ്പെടുന്നു. ഈ KDC എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സെൻറ്ററാണ്. ഓക്കെ, വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സെൻറ്ററാണ് KDC എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ട്രസ്റ്റഡ് കീ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ ആയിരിക്കും. അപ്പോൾ ഈ നെറ്റ്വർക്കിലുള്ള ഓരോ പാർട്ടീസും എന്ത് ചെയ്യാണ്, അവരുടെ സീക്രട്ട് കീയെ KDCയുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ സീക്രട്ട് കീ പറയുന്നതാണ് മാസ്റ്റർ കീ എന്ന് പറയും. ഓക്കെ, ഓരോ പാർട്ടിയും, ആ നെറ്റ്വർക്കിലുള്ള ഓരോ പാർട്ടിയും ഓരോ നോഡ്സും എന്ത് ചെയ്യുന്നുണ്ട്, സീക്രട്ട് കീയെ KDC കീ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ആ കീയെ പറയുന്നതാണ് മാസ്റ്റർ കീ എന്ന് പറയും. ഓക്കെ, അപ്പം ഈ സീക്രട്ട് കീ എന്ന് പറയുന്നത് യൂസറിനും അറിയാം, ആർക്കും അറിയാം, കീ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിനും അറിയാം. അപ്പോൾ ഓരോ യൂസറിൻ്റെയും സീക്രട്ട് കീ ആർക്കറിയാം, ഈ കീ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിന് അറിയാം. അപ്പം ഈ സെക്ഷൻ കീ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലോജിക്കൽ കണക്ടിവിറ്റിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സെക്ഷൻ കീ ആണ്. അപ്പം ഈ KDC ആണ് ഈ സീക്രട്ട് കീയുടെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും, അതിലുള്ള എല്ലാ ആൾക്കാരുടെയും സീക്രട്ട് കീക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് ആരാണ്, KDC ആണ്, കീ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ ആണ്. അപ്പം രണ്ട് യൂസേഴ്സ് ഉണ്ടെങ്കിൽ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, സീക്രട്ട് കീ വെച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കീ ഇപ്പം ലോജിക്കൽ രണ്ട് യൂസേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് സീക്രട്ട് കീ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ, ലോജിക്കൽ കണക്ഷൻ രണ്ട് പേര് തമ്മിലുള്ള ടെർമിനേറ്റ് ചെയ്താൽ എന്ത് ചെയ്യണം, ഈ സെക്ഷൻ കീയെ ഡിസ്ട്രോയ് ആയി പോകും, നഷ്ടപ്പെട്ടു പോകണം. ഓക്കെ, അപ്പോൾ ഇതാണ് നീതംസ്-കോഡറിൻ്റെ അത് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുക. അപ്പം നീതംസ്-കോഡറിൻ്റെ സിമെട്രിക് കീ എൻക്രിപ്ഷൻ ആണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ എൻക്രിപ്റ്റ് ചെയ്ത് അയക്കുക, നമ്മൾ ഓരോ സീക്രട്ട് കീ എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് അയക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, കോൺഫിഡൻഷ്യാലിറ്റി അവിടെ ഉണ്ട്.
ഓക്കെ, ഈ നീതും ഷോൾഡറിൻ്റെ അതിപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പം ആലീസും ബോബും തമ്മിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബോബ് ആലീസ് ബോബിലേക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ട്രസ്റ്റഡ് പാർട്ടി കാണണമെന്ന് പറഞ്ഞു. മ്യൂച്വൽ ഒതൻറ്റിക്കേഷൻ്റെ കേസിൽ എന്താണ് ഒരു ട്രസ്റ്റഡ് പാർട്ടിയാണ്, അതാണ് KDC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഇതിനകത്ത് പറയുന്നത്, എങ്ങനെയാണ് സ്റ്റെപ്പ് എന്നുള്ളത് പറയാം. അതിനു മുമ്പ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ടേംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പം A and B are identities of Alice and Bob respectively. അപ്പം ആലീസും ബോബും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഐഡൻറ്റിറ്റീസ്, ഇപ്പോൾ ഈ ആലീസിനെയും ബോബിന് ബിയുമാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഈ KA എന്ന് പറയുന്നത് ഒരു സിമെട്രിക് കീ ആണ്. അത് എയ്ക്കും KDCക്കും മാത്രം അറിയാവുന്ന ഒരു സീക്രട്ട് കീയാണ് KA എന്ന് പറയുന്നത്. KB എന്ന് പറയുന്നത് സിമെട്രിക് കീ ആണ്. അത് ബിക്കും KDCക്കും, ഓക്കെ, ബിക്കും KDCക്കും അറിയാവുന്ന ഒരു സിമെട്രിക് കീ ആണ് KB എന്ന് പറയുന്നത്. KA എന്ന് പറയുന്നത് എയ്ക്കും KDCക്കും അറിയാവുന്നത്, KB എന്ന് പറയുന്നത് ബിക്കും KDCക്കും അറിയാവുന്ന ഒരു സിമെട്രിക് കീ ആണ്. N1ഉം N2 എന്ന് പറയുന്ന നൺസ് ആണ്. അത് എയും ബിയും ജനറേറ്റ് ചെയ്യുന്ന നൺസ് ആണ്. എ ജനറേറ്റ് ചെയ്യുന്ന നൺസ് ആണ് N1, ബി ജനറേറ്റ് ചെയ്യുന്ന നൺസ് ആണ് N2 എന്ന് പറയുന്നത്. കേസ് എന്ന് പറയുന്നത് ഒരു സിമെട്രിക് കീ ആണ്. അതൊരു സെക്ഷൻ കീ ആണ്. ഓക്കെ, സെക്ഷൻ കീ ആണ്. എന്തിനു വേണ്ടിയാണ്? എയും ബിയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെക്ഷൻ കീ ആണ് KS എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം നോക്കി, എയും KDC എന്ന് പറയുന്നത് അത് അവർക്ക് മാത്രം അറിയാവുന്ന ഒരു സീക്രട്ട് കീ ആണ് KA. ഓക്കെ, എയ്ക്കും KDCക്കും അറിയാവുന്ന ഒരു സീക്രട്ട് കീ ആണ് KA. ബിക്കും KDCക്കും അറിയാവുന്ന ഒരു സീക്രട്ട് കീ ആണ് KB. KS എന്ന് പറയുന്നത് ഒരു സെക്ഷൻ കീ ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് ബിറ്റ്വീൻ A ആൻഡ് B. ഓക്കെ, എയ്ക്കും ബിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെക്ഷൻ കീ ആണ് എയും ബി. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇപ്പോൾ എയിൽ നിന്ന് നമുക്ക് ബിയിലേക്കാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഇയും കീ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പം എ എന്തൊക്കെ സെൻഡ് ചെയ്യും? ID ഓഫ് എ എന്ന് പറയുമ്പം എയുടെ ഐഡൻറ്റിറ്റി സെൻഡ് ചെയ്യും, ബിയുടെ ഐഡൻറ്റിറ്റി, ഓക്കെ, ID ഓഫ് ബി സെൻഡ് ചെയ്യും. പിന്നെ N1 എന്ന് പറയുന്നത് എന്താ? നൺസ് ജനറേറ്റഡ് ബൈ എ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എയിൽ നിന്ന് KDCയിലേക്ക് സെൻഡ് ചെയ്യുന്നത്. അതാണ് ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത്. എയിൽ നിന്ന് KDCയിലോട്ട് എന്തൊക്കെ സെൻഡ് ചെയ്യും? ID ഓഫ് എ, ID, ഓക്കെ, എയുടെ ID, ബിയുടെ ID, ദെൻ N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ജനറേറ്റ് ചെയ്യുന്ന നൺസ് ആണ് N1 എന്ന് പറയുന്നത്. ഇതും കൂടാണ് ആർക്ക് കൊടുക്കുന്നത്? കീ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിലേക്ക് കൊടുക്കും. അപ്പൊ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ എന്ത് ചെയ്യും? എൻക്രിപ്റ്റ് ചെയ്യും. എന്തിനെയാണ് എൻക്രിപ്റ്റഡ് ഫോമിലാക്കുന്നത്? അതായത് കെയുടെ സെക്ഷൻ കീ. അത് ആർക്കറിയാം? കെയുടെ സിമെട്രിക് കീ അതെന്താണ്? അത് ആർക്കറിയാം? ഓൾറെഡി നമ്മൾ പറഞ്ഞു, എല്ലാ പാർട്ടീസും അവരുടെ സീക്രട്ട് കീ ആരുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്? KDCയുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ സീക്രട്ട് കീ, ഓക്കെ, എയുടെ സീക്രട്ട് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യും. കൂടാതെ എന്തൊക്കെ അയക്കും? ID ഇതുണ്ട്, KS എന്ന് പറയുന്നത് സെക്ഷൻ കീ ആണ്. സെക്ഷൻ കീ എന്താണ്? എയും ബിയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെക്ഷൻ കീ ആണ് KS. കൂടാതെ ID ഓഫ് എ, ഓക്കെ, ഈ അയച്ചത് ഇത് ഇത്തരം കാര്യങ്ങൾ, ഈ അയച്ച ഇത്തരം കാര്യങ്ങൾ, ഇത് ID ഓഫ് എ, ID ഓഫ് ബി, N1. കൂടാതെ എന്തും കൂടാണ് നമ്മൾ ഇതിൻ്റെ കൂടെ എൻക്രിപ്റ്റ് ചെയ്ത് അയക്കുന്നത്? സെക്ഷൻ കീയും കൂടെ എൻക്രിപ്റ്റ് ചെയ്ത് അയക്കും. ഏതുകൊണ്ടാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്? KA എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സീക്രട്ട് കീ, എയുടെ സീക്രട്ട് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് അയക്കുന്നത്. കൂടാതെ ഒരു കാര്യം കൂടെ അയക്കും, എൻക്രിപ്റ്റ് ചെയ്തിട്ട്, അതായത് ബിയുടെ സീക്രട്ട് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ട് സെക്ഷൻ കീയും ID ഓഫ് എയും കൂടെ അയക്കും. ഓക്കെ, സെക്ഷൻ കീയും ID ഓഫ് എയും കൂടാണ് അയക്കുന്നത്.
ഇത് എന്തിനാണ്? കെ ബി വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്. സീക്രട്ട് കീ ഓഫ് ബി വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്. കാരണം ബിക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളത്? ഡിക്രിപ്റ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അത് കെ ഡി സിക്കും ബിക്കും മാത്രമേ എന്തറിയാൻ പറ്റത്തുള്ളൂ? കെ ബി അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ഒരു ഡീറ്റെയിൽസ് മാത്രമേ ആർക്ക് കിട്ടത്തുള്ളൂ? എക്ക് കിട്ടത്തുള്ളൂ. ഇത് എൻക്രിപ്റ്റ് ചെയ്ത് ഡിക്രിപ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് എക്ക് പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അയക്കുന്നത് നോക്കി? കെ ഡി സി എയിലേക്ക് അയക്കുന്നത് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് അയക്കുന്നത്. ഏതുകൊണ്ടാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്? കെ എ കൊണ്ട്. കെ എ എന്ന് പറയുന്നത് സീക്രട്ട് കീ ഓഫ് എ കൊണ്ടിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് എന്തൊക്കെ കാണും? സെക്ഷൻ കീ കാണും. ഓക്കെ, എയും ബിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സെക്ഷൻ കീ കാണും. കൂടാതെ ഐ ഡി ഓഫ് ബി, ഐ ഡി ഓഫ് എ, N1 ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണും. ഐ ഡി ഓഫ് എ, ഐ ഡി ഓഫ് ബി, N1 ഇത്രയും കാര്യങ്ങൾ കാണും. കൂടാതെ എന്തും കൂടെ കാണും? കെ ബി വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ട് സെക്ഷൻ കീയും ഐ ഡി ഓഫ് എയും കാണും. എയിൽ നിന്നാണ് വന്നതെന്ന് അറിയാൻ വേണ്ടി തന്നെ എന്താണ്? ഐ ഡി ഓഫ് എയും കാണും, അതിൻ്റെ സെക്ഷൻ കീയും കൂടെ കാണും. അത് എൻക്രിപ്റ്റഡ് ഫോമിലായിരിക്കും. അത് അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിലാണ് ഇത് ചെയ്തത്. കെ ഡി സിയിൽ നിന്ന് എയിലേക്ക് വന്നു. അപ്പോൾ എയിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഡിക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. കെ എ വെച്ചിട്ട് എന്ത് ചെയ്യാം? കെ എ എന്ന് പറഞ്ഞാൽ സെക്ഷൻ കീ ആണ്. ഓക്കെ, സീക്രട്ട് കീ ഓഫ് എ ആണ്. ആ സീക്രട്ട് കീ ഓഫ് എ വെച്ചിട്ട് ഡിക്രിപ്റ്റ് ചെയ്യാം. അപ്പോൾ ഡിക്രിപ്റ്റ് ചെയ്യുമ്പം ഐ ഡി ഓഫ് എയും കിട്ടും, ഐ ഡി ഓഫ് ബിയും കിട്ടും, കെ എസ് സെക്ഷൻ കീയും കിട്ടും. ഓക്കെ, നണ്ണും കിട്ടും, നൺസും കിട്ടും. ഇത് മാത്രം എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന കെ ബി വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യം കിട്ടത്തില്ല ഡിക്രിപ്റ്റ് ചെയ്യുമ്പം. അപ്പം എന്ത് ചെയ്യാം? ഇത് അതേപടി എയിൽ നിന്ന് ബിയിലേക്ക് എന്ത് ചെയ്യണം? ഈ അയച്ച ഇത് എൻക്രിപ്റ്റഡ് ഫോമിന് എന്ത് കൊടുക്കുക? അയച്ചു കൊടുക്കുക. ഇതാണ് ടിക്കറ്റ് എന്ന് പറയുന്നത്. ഈ എൻക്രിപ്റ്റഡ് ഫോമിലുള്ളതാണ് നമ്മൾ ടിക്കറ്റ് എന്ന് പറയും. ഇതാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ബിയിലേക്ക്. അപ്പം എയിൽ നിന്ന് ബിയിലേക്ക് എന്ത് ചെയ്യുക? കെ ഡി സി അയച്ചു കൊടുത്തിട്ടുള്ള എൻക്രിപ്റ്റഡ് ഫോം, ഓക്കെ, എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ളതിനെ അയച്ചു കൊടുക്കുക. അപ്പോൾ ആ എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ഇരിക്കുന്നത്? സീക്രട്ട് കീ വെച്ചിട്ടാണ്, സീക്രട്ട് കീ ബിയുടെ സീക്രട്ട് കീ വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ അകത്ത് എന്ത് കാണും? സെക്ഷൻ കീയും കാണും, ഐ ഡി ഓഫ് എയും കാണും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തിക്കഴിയുമ്പം ബിക്ക് ഡിക്രിപ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഡിക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടും? കെ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ കീ കിട്ടും. ഇത് എയിൽ നിന്നാണ് വന്നതെന്നുള്ളതിനുള്ള ഐ ഡി, ഓക്കെ, ഐ ഡി ഓഫ് എയും കിട്ടും. അപ്പോൾ എയിൽ നിന്നാണ് വന്നതെന്ന് അതിന് മനസ്സിലാവും. അപ്പോൾ ബിക്കകത്ത് എന്താ ചെയ്യുക? എന്നൊക്കെ ബി തേർഡ് സ്റ്റെപ്പിനകത്ത് എന്താ ചെയ്യുന്നത്? എയിൽ നിന്ന് ബിയിലേക്കാണ് പാസ് ചെയ്യുന്നത്. പാസ് ചെയ്യുമ്പോൾ എൻക്രിപ്റ്റഡ് ഫോമിൽ എന്ത് ചെയ്യും? എൻക്രിപ്ഷന് വേണ്ടി യൂസ് ചെയ്തത് ബിയുടെ സീക്രട്ട് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യാം. അതിൻ്റെ അകത്ത് കേസും കാണും, കേസ് എന്ന് പറയുന്ന സെക്ഷൻ കീ കാണും, ഐ ഡി ഓഫ് എയും കാണും. ഓക്കെ, അതായത് ഈ കെ ഡി സി കൊടുത്ത ഈ ഒരു കാര്യം, ഇതിന് ടിക്കറ്റ് എന്നാണ് പറഞ്ഞത്. ആ ടിക്കറ്റ് അതേപടി ആർക്ക് അയച്ചു കൊടുക്കും? ബിക്ക് അയച്ചു കൊടുക്കും. ബി അതിന് ഡിക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ കീ കിട്ടി. ഓക്കെ, ഐ ഡി ഓഫ് എന്ന് പറയുന്നത് എയിൽ നിന്നാണ് വന്നതെന്നുള്ളത് അതിന് മനസ്സിലാവും. അപ്പം ഇത്രയും കാര്യങ്ങളാണ്, ഈ 3 സ്റ്റെപ്പാണ് കീ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. 1, 2, 3 ഈ 3 സ്റ്റെപ്പാണ് കീ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ഇത് സീക്രട്ട് കീ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എൻക്രിപ്റ്റ് ചെയ്യുക. ഏത് വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യാം? K2 സെക്ഷൻ കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? N2നെ സെൻഡ് ചെയ്യുക. N2 എന്ന് പറയുന്നത് നൺസ് ജനറേറ്റഡ് ബി ജനറേറ്റഡ് നൺസ് ആണ് അല്ലേ? ഓക്കെ, നൺസ് ആണ്. അത് ബി ജനറേറ്റ് ചെയ്യുന്ന നൺസിനെയാണ് N2 എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് 4th സ്റ്റെപ്പിൽ കൊടുത്തേക്കുന്നത്. ബിയിൽ നിന്ന് എയിലേക്ക് എന്ത് കൊടുക്കുക? N2നെ പാസ് ചെയ്യുക. അപ്പോൾ N2നെ പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? എൻക്രിപ്റ്റഡ് ഫോമിൽ വേണം സെൻഡ് ചെയ്യാൻ. എൻക്രിപ്റ്റഡ് ഫോം എന്ന് പറഞ്ഞെങ്കിൽ സെക്ഷൻ കീ വെച്ചിട്ട് വേണം സെൻഡ് ചെയ്യാൻ. അതായത് എയ്ക്കും ബിക്കും മാത്രം അറിയാവുന്ന ഒരു സീക്രട്ട് കീ, അത് വെച്ചിട്ട് വേണം മെസ്സേജിനെ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ എന്ത് ചെയ്യും? എയ്ക്ക് കിട്ടിക്കഴിയുമ്പോൾ എ എന്ത് ചെയ്യും? തിരിച്ച് റിപ്ലൈ കൊടുക്കും. അതെങ്ങനായിരിക്കും? ഓക്കെ, റിപ്ലൈ കൊടുക്കുന്നത് എൻക്രിപ്റ്റഡ് ഫോമിൽ തന്നെ ആയിരിക്കും. ഈ സെക്ഷൻ കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ട് ഈ N2 എന്താണോ വന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റിപ്ലൈ ആര് കൊടുക്കും? എ കൊടുക്കും.
ഓക്കെ. അപ്പം ഈ SK എന്ന് പറയുന്നത് എൻക്രിപ്റ്റ് ചെയ്യുക, എൻക്രിപ്ഷൻ ഫോമാണ്. എൻക്രിപ്റ്റ് ചെയ്യുക ഏത് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യണം? സെക്ഷൻ കീ വെച്ചിട്ട് വേണം എൻക്രിപ്റ്റ് ചെയ്യാൻ. അപ്പം N2 ഏതാണോ കൊടുത്തത്, അതായത് B കൊടുത്ത മെസ്സേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിപ്ലൈ എൻക്രിപ്റ്റഡ് ഫോമിൽ ആര് കൊടുക്കും? എയിൽ നിന്ന് ബിയിലേക്ക് സെൻഡ് ചെയ്യും. ഈ 3 സ്റ്റെപ്പ്, അതായത് 3, 4, 5, ഈ 3 സ്റ്റെപ്പാണ് ഒത്തൻറ്റിക്കേഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം കീ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റെപ്പ് 1, 2, 3. ഓക്കെ. ഒത്തൻറ്റിക്കേഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 3, 4, 5 ആണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഒരു പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു തേർഡ് പാർട്ടി വന്നിട്ട് ഇത് എടുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് ഈ തേർഡ് പാർട്ടി ഈ വരുന്ന മെസ്സേജ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ബിയുടെ എങ്ങനെയും ഇപ്പം സീക്രട്ട് കീ അറിയാവുന്ന ഒരാളാണ്, അത് കണ്ടുപിടിച്ചു. സീക്രട്ട് കീ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യാം? സെക്ഷൻ കീ ഇവിടെ കിട്ടും. സെക്ഷൻ കീ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ. സെക്ഷൻ കീ കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും തേർഡ് പാർട്ടി ആർക്കായിരിക്കും? ബിക്കായിരിക്കും അയച്ചു കൊടുക്കുന്നത്. ഓക്കെ. തേർഡ് പാർട്ടി ബിക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിലായിരിക്കും പിന്നെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. മനസ്സിലായോ? അപ്പം അതായത് ഇവിടെ വെച്ചിട്ടാണ് നമ്മളൊരു തേർഡ് പാർട്ടി എടുക്കുവാണ്, മെസ്സേജ് ഇപ്പം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കെ ബി അത് ഐഡൻറ്റിഫൈ ചെയ്തു. ഐഡൻറ്റിഫൈ ചെയ്തെങ്കിൽ അതിനെ എന്ത് ചെയ്യാം? ഡിക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ KS കിട്ടും. അപ്പം KS കിട്ടിക്കഴിഞ്ഞാൽ KSഉം പിന്നെ ID ആണ്. ഓക്കെ. ID ഓഫ് A ആണ്. ID ഓഫ് എയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഓക്കെ. ID ഓഫ് എക്ക് പകരം ഇപ്പം ഇത് കൊടുക്കുന്നത് വേറൊരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാലും അത് ആരുടെ നിന്ന് വന്നതാന്ന് ഓർക്കും? എയിൽ നിന്ന് വന്നതാന്ന് ഓർക്കും, ഒരു തേർഡ് പാർട്ടി അയച്ചാലും. അപ്പം ഇവിടെ ഈ സെക്ഷൻ കീ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ B സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിൻ്റെ മെസ്സേജും അതിന് തേർഡ് പാർട്ടിക്ക് അതിന് റീഡ് ചെയ്യാൻ പറ്റും. B സെൻഡ് ചെയ്യുന്ന മെസ്സേജും തേർഡ് പാർട്ടിക്ക് റീഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ? KS ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ്? ഡിക്രിപ്റ്റ് ചെയ്താൽ മതി. ഓക്കെ. ഇത് 2 ഡിസഡ്വാൻറ്റേജ് ആണ് ഇവിടെ ഉള്ളത്. അപ്പം ഈ ഡിസഡ്വാൻറ്റേജ് ഈ നീതം ഷോൾഡർ പ്രോട്ടോകോളിന്റെ ഡിസഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞല്ലോ, സീക്രട്ട് കീ ഇവിടുന്ന് തേർഡ് സ്റ്റെപ്പിൽ ഈ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ടൈം കിട്ടുന്നത് കൊണ്ട് ചിലപ്പോൾ മേ ബി ഇത് സീക്രട്ട് കീ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. അപ്പം ഈ ഡിസഡ്വാൻറ്റേജ് മാറ്റാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ ഒരു ടൈം സ്റ്റാമ്പ് അപ്ലൈ ചെയ്യാം. ആ ടൈം സ്റ്റാമ്പ് അപ്ലൈ ചെയ്തത് ഡെന്നിങ് പ്രോട്ടോക്കോളിനകത്താണ്. അപ്പം ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഡെന്നിങ് പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ടൈം സ്റ്റാമ്പ് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ കൂടാതെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ എക്സ്ട്രാ നൺസ് യൂസ് ചെയ്യാം. ആ നൺസ് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന പ്രോട്ടോക്കോള് ന്യൂമാൻ പ്രോട്ടോക്കോളാണ്. ഓക്കെ. 2 രീതിയിൽ നമുക്ക് ഡിസഡ്വാൻറ്റേജ് മാറ്റാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ടൈം സ്റ്റാമ്പ്, അത് ഡെന്നിങ് പ്രോട്ടോക്കോളിനകത്ത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂസിങ് എക്സ്ട്രാ ഡെന്നിങ് പ്രോട്ടോക്കോളിനകത്ത് ഇപ്പം KDC ഫസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചെങ്കിൽ എയിൽ നിന്ന് ഒരു മെസ്സേജ് KDCക്ക് കൊടുക്കും. ആ KDCക്ക് കൊടുക്കുന്നത് ഏതൊക്കെയാണ്? ID ഓഫ് എയും ID ഓഫ് ബിയുമാണ് സെൻഡ് ചെയ്യുക. കണ്ടോ? എയിൽ നിന്ന് KDCയിലേക്ക് കൊടുക്കുന്നത് ID ഓഫ് എയും ID ഓഫ് ബിയുമാണ് സെൻഡ് ചെയ്യുന്നത്. KDC അപ്പം എന്ത് ചെയ്യും? തിരിച്ച് എക്ക് ഒരു മെസ്സേജ് കൊടുക്കും. ആ തിരിച്ച് കൊടുക്കുന്നത് എന്തൊക്കെയാണ്? എൻക്രിപ്റ്റഡ് ഫോമിലാണ് കൊടുക്കുന്നത്. എന്ത് വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്? എയുടെ സീക്രട്ട് കീ വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. KA എന്ന് ഡിനോട്ട് ചെയ്തേക്കുന്നത് എയുടെ സീക്രട്ട് കീ ആണ്. അത് വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്താണ് അയക്കുന്നത്. അതിനകത്ത് എന്തൊക്കെ കാണും? സെക്ഷൻ കീ കാണും, ID ഓഫ് ബി കാണും, ഒരു ടൈം സ്റ്റാമ്പ് കാണും. കൂടാതെ ഇത് ടിക്കറ്റാണ്. ഈ റെഡിൻ്റെ അത് കാണിച്ചിട്ട് ഒരു ടിക്കറ്റാണ്. ടിക്കറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അത് എൻക്രിപ്റ്റ് ചെയ്തേക്കുവാണ്. ബിയുടെ സീക്രട്ട് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തേക്കുവാണ്. അതിൻ്റെ അത് സെക്ഷൻ കീ ഉണ്ട്, ID ഓഫ് എ ഉണ്ട്, പിന്നെ ടൈം സ്റ്റാമ്പ് ഉണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ആർക്ക് കൊടുക്കുന്നത്? എക്ക് കൊടുക്കുന്നത്. എ വന്നു കഴിയുമ്പോൾ ഇത് ഡിക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്ക് എന്തൊക്കെ കിട്ടും? സെക്ഷൻ കീയും കിട്ടും, ID ഓഫ് ബി, ഓൾറെഡി ID ഓഫ് ബി അറിയാം, പിന്നെ ഒരു ടൈം സ്റ്റാമ്പും കിട്ടും. ഈ ടൈം സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ ഈ സെക്ഷൻ കീക്കകത്ത് എത്ര ടൈം അത് യൂസ് ചെയ്യാം, അതിൻ്റെ ലൈഫ് ടൈമാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഈ ഡിക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത് അതേപടിയേ കിട്ടത്തുള്ളൂ. ഈ ടിക്കറ്റ് എന്ത് ചെയ്യുക? ബിക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ബിക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പം ബിക്ക് എന്ത് കിട്ടും? ബിക്ക് സെൻഡ് ചെയ്താൽ ബി ഇതിനെ ഡിക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അത് സെക്ഷൻ കീ കിട്ടും. ഇത്
എയിൽ നിന്ന് വന്നതാണെന്ന് അറിയാനായിട്ട് ID of A കിട്ടും, പിന്നെ ഒരു ടൈം സ്റ്റാമ്പും കിട്ടും. ഓക്കെ, ഈ ടൈം സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ എത്ര ടൈം അത് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഡെന്നിങ് പ്രോട്ടോക്കോളിൻ്റെ അത് അപ്ലൈ ചെയ്തേക്കുന്നത്. ഇവിടെ 4th സ്റ്റെപ്പിൽ ചെയ്യുന്നത് ബിയിൽ നിന്ന് എയിലേക്ക് മെസ്സേജ്. ഇപ്പോൾ ഓക്കെ, ഇത് ടൈം സ്റ്റാമ്പ് സെക്ഷൻ കീ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ബിയിൽ നിന്ന് എയിലേക്ക് നമുക്ക് മെസ്സേജ് ചെയ്യാം. മെസ്സേജ് ചെയ്യുന്ന ഏതാണ്? സെക്ഷൻ കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് മെസ്സേജ് ചെയ്യുന്നത്. N1 എന്ന് പറയുന്നത് ഇത് ക്രിയേറ്റ് ചെയ്യുന്ന നൺസ് ആണ്. നൺസ് വെച്ചിട്ട് സെൻഡ് ചെയ്യുക ബിയിൽ നിന്ന് എയിലേക്ക്. എ എന്നപ്പോൾ എന്ത് ചെയ്യും? തിരിച്ച് ആ സെക്ഷൻ കീ തന്നെ വെച്ച് എൻക്രിപ്റ്റ് ചെയ്തിട്ട് അതിനെ ഓക്കെ N1ൻ്റെ റിപ്ലൈ അതിന് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൻ കീ കൊണ്ട് ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡെന്നിങ് പ്രോട്ടോക്കോളിനകത്ത് ഒരു ടൈം സ്റ്റാമ്പ് ഇതിനകത്ത് അപ്ലൈ ചെയ്ത് വെച്ചേക്കുവാണ്. സെക്കൻഡ് ഇസ് ദ ന്യൂമാൻ പ്രോട്ടോക്കോൾ. ന്യൂമാൻ പ്രോട്ടോക്കോളിൻ്റെ അകത്ത് നമ്മൾ എക്സ്ട്രാ നൺസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇപ്പം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എയും ബിയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം കാണിച്ചിരിക്കുന്ന എയും ബിയും തമ്മിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അല്ലാതെ KDCയുമായിട്ട് ഡയറക്റ്റ് അല്ല എ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ന്യൂമാൻ്റെ അകത്ത്. അപ്പം എയിൽ നിന്ന് ബിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എ എന്ത് ചെയ്യും? ഒരു ID of Aയും Nയും കൊടുക്കും. N എന്ന് പറയുന്നത് നൺസ് ആണ്. ഓക്കെ, എയുടെ നൺസ് ജനറേറ്റ് ചെയ്ത നൺസ് കൊടുക്കും. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, ബി എന്നപ്പോൾ എന്ത് ചെയ്യും? KDC പോയി ചെക്ക് ചെയ്യും ഇത് കറക്റ്റ് ആണോ എന്ന്. അപ്പോൾ KDCയുമായിട്ട് ഇത് കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ KDCക്ക് എന്തൊക്കെയാണ് അയച്ചു കൊടുക്കുന്നത്? ID of Bയും പിന്നെ ഇത് ജനറേറ്റ് ചെയ്തൊരു നൺസുമാണ് അയച്ചു കൊടുക്കുന്നത്. ഓക്കെ, ID of Bയും ഇത് ജനറേറ്റ് ചെയ്ത നൺസുമാണ് KDCക്ക് അയച്ചു കൊടുക്കുന്നത്. കൂടാതെ സീക്രട്ട് എൻക്രിപ്റ്റഡ് ഫോമിലായിരിക്കും കൊടുക്കുക. എൻക്രിപ്റ്റ് ചെയ്യുന്ന ഏതാണ്? ഈ ബിയും KDCക്കും അറിയാവുന്ന ഒരു സീക്രട്ട് കീ ഉണ്ട്, അതാണ് KB എന്ന് പറയുന്നത്. ആ KB വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്. എന്തൊക്കെ ഡീറ്റെയിൽസ് കാണും? ID of A ജനറേറ്റ് ചെയ്ത നൺസ്, പിന്നെ കൂടാതെ B ജനറേറ്റ് ചെയ്തൊരു ടൈം സ്റ്റാമ്പും കൂടെ വെച്ചിട്ടാണ് ആർക്ക് കൊടുക്കുന്നത്? KDCക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? ബി KDCയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കൊടുക്കും? ID of Bയും NBയും. MB എന്ന് പറഞ്ഞാൽ B ജനറേറ്റ് ചെയ്യുന്ന നൺസും കൂടെയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ എൻക്രിപ്റ്റ് ചെയ്യുന്നത് എൻക്രിപ്റ്റഡ് ഫോമിലുള്ള ടിക്കറ്റും കൂടെ കൊടുക്കും. അതിനകത്ത് എന്ത് കാണും? ഒരു സീക്രട്ട് കീ ആണ് ഉണ്ടായിരിക്കുന്നത്. ആ സീക്രട്ട് കീക്കകത്ത് എന്തൊക്കെയാണ്? സീക്രട്ട് കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്തേക്കുവാണ്. ID of Aയും എയുടെ നൺസും പിന്നെ ഇത് ബിയുടെ ജനറേറ്റ് ചെയ്യുന്നൊരു ടൈം സ്റ്റാമ്പും കൂടെ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് അയക്കുന്നത്. അപ്പം KDC എന്ത് ചെയ്യും? ID of A കിട്ടിക്കഴിയുമ്പോൾ എയുമായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് മനസ്സിലാവും ഡിക്രിപ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ എയുമായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. KDC എയുമായിട്ടാണ് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേന് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഏതാണ്? സീക്രട്ട് കീ ഓഫ് KA എന്ന് പറയുന്ന സീക്രട്ട് കീ ആർക്കൊക്കെ അറിയത്തുള്ളൂ? KDCക്കും എക്കും തമ്മിലുള്ള സീക്രട്ട് കീ ആണ്. അപ്പോൾ KA വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് അയക്കുന്നത്. അതിൻ്റെ അകത്ത് എന്തൊക്കെ കാണും? ID of Bയും NAയും. NA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് NA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നൺസ് ജനറേറ്റ് ചെയ്യുന്നതാണ്. A ജനറേറ്റ് ചെയ്ത നൺസാണ് NA. അതും പിന്നെ ഒരു സെക്ഷൻ കീയും പിന്നെ ടൈം സ്റ്റാമ്പ് ബിയുടെ ടൈം സ്റ്റാമ്പും എൻക്രിപ്റ്റഡ് ഫോമിൽ അയക്കും. ഓക്കെ, അത് എൻക്രിപ്റ്റ് ചെയ്തേക്കുന്നത് ഏതുകൊണ്ടാണ്? എൻക്രിപ്റ്റഡ് ഫോമിലാണ്. ഏതാ? സീക്രട്ട് കീ ഉണ്ട്. എയും KDCക്കും അറിയുന്ന സീക്രട്ട് കീ കൊണ്ടിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്തേക്കുന്നത്. കൂടാതെ സീക്രട്ട് കീ ഓഫ് B വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്ത ഒരെണ്ണം കൂടെ ഉണ്ട്, അതും കൂടെ ഇതിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് എന്തൊക്കെയാണ്? ID of A. ഓക്കെ, എയുടെ IDയും സെക്ഷൻ കീയും ബിയുടെ ഒരു ടൈം സ്റ്റാമ്പും കൂടെ വെച്ചാണ് അയക്കുക. കൂടാതെ ഇതെന്തായിരിക്കും? B ജനറേറ്റ് ചെയ്ത് നൺസും കാണും. ഇത്രയും ഡീറ്റെയിൽസ് ആർക്ക് കൊടുക്കും? എക്ക് കൊടുക്കും. അപ്പം ഇത് ഡിക്രിപ്റ്റ് ചെയ്ത് കഴിയുമ്പം എക്ക് എന്തൊക്കെ കിട്ടും? ID of B കിട്ടും, NA ഇത് കൊടുത്ത നൺസ് കിട്ടും, സീക്രട്ട് കീ കിട്ടും, പിന്നെ ഒരു ടൈം സ്റ്റാമ്പും കിട്ടും, ബിയുടെ ടൈം സ്റ്റാമ്പും. ഇത് ഡിക്രിപ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റില്ല. പിന്നെ NBയും കാണും. NB എന്ന് പറഞ്ഞാൽ നൺസ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ബിയുടെ നൺസ് ആണ്. അപ്പോൾ ഇത്രയും കിട്ടും. ഇത് മാത്രം അവർക്ക് ഡിക്രിപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? ബി ഓക്കെ 4th സ്റ്റെപ്പിൽ എന്ത് ചെയ്യാണ്? എ ബിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും.
അപ്പോൾ ബിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഇത് അതേപടിയാണ് അയച്ചു കൊടുക്കുന്നത്. ഈ റെഡിൽ ഡിനോട്ട് ചെയ്തേക്കുന്ന അതേപടി അയച്ചു കൊടുക്കും. ഡിക്രിപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഡിക്രിപ്റ്റ് ചെയ്താൽ ഇതിന് കിട്ടത്തില്ല, ഇതേപോലെ കിട്ടത്തുള്ളൂ. ഇതാണ് ടിക്കറ്റ്. ഇതാണ് ആർക്കും അയച്ചു കൊടുക്കും, ബിക്ക് അയച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ ബി കിട്ടിക്കഴിയുമ്പോൾ എന്താണ്, ബിക്ക് അതിനെ ഡിക്രിപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഡിക്രിപ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ID ഓഫ് എയും സെക്ഷൻ കീയും പിന്നെ അതിൻ്റെ ടൈം സ്റ്റാമ്പും കിട്ടും. ഓക്കെ, കൂടാതെ ഇത് സീക്രട്ട് കീ, ഇത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സീക്രട്ട് കീ എന്ത് ചെയ്യും, അതിനെയും കൂടെ സീക്രട്ട് കീ വെച്ചിട്ട് MBയെ എന്ത് ചെയ്തിട്ടുണ്ട്, എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഇത് തിരിച്ചയക്കുന്നത്. അപ്പോൾ ഈ സെക്ഷൻ കീ ഇവിടുന്ന് കിട്ടിക്കഴിയുമ്പം ആദ്യം ഇതിനെ ഡിക്രിപ്റ്റ് ചെയ്യും. ഡിക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ കീ ഇവിടുന്ന് കിട്ടി. ഈ സെക്ഷൻ കീ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇതിനെ ഡിക്രിപ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ആണോ എന്ന് ഇതിനെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ന്യൂമാൻ പ്രോട്ടോക്കോൾ. ഓക്കെ, അപ്പം നീതം ഷോൾഡറിൻ്റെ ഡിസഡ്വാൻറ്റേജ് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ എന്താണ് കൊണ്ടുവന്നത്, ന്യൂമാൻ പ്രോട്ടോക്കോൾ കൊണ്ടുവന്നത്. വൺ വേ ഒതൻറ്റിക്കേഷൻ ആവശ്യമായി വരുന്നത് അറ്റ് സെയിം ടൈമിലല്ല സെൻഡറും റിസീവറും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലാണ് വൺ വേ ഒതൻറ്റിക്കേഷൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? സെൻഡറും റിസീവറും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സെയിം ടൈമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള കേസുകളിലാണ് വൺ വേ ഒതൻറ്റിക്കേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ വൺ വേ ഒതൻറ്റിക്കേഷൻ സാധാരണ ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇമെയിൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വൺ വേ ഒതൻറ്റിക്കേഷൻ. അപ്പം നമുക്ക് ഹെഡറിൻ്റെ അകത്ത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ആർക്കാണ് നമ്മൾ ഡെലിവർ ചെയ്യേണ്ടത്, ഓക്കെ, എന്നുള്ളതെല്ലാം അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആ ഇമെയിലിനകത്ത് ഇപ്പം നമ്മൾ ഇമെയിൽ അയക്കുമ്പോൾ എന്താണ് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടാവും ആർക്കാണ്, ഇമെയിൽ അഡ്രസ്സൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് നമുക്ക് പോകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കേസിലെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ അയക്കുന്ന കണ്ടൻറ്റിനാണ് ഇമ്പോർട്ടൻറ്റ്. കണ്ടൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. ഓക്കെ, കൂടാതെ ഈ പർട്ടിക്കുലർ സെൻറ്ററിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്നുള്ളതും അതിൻ്റെ അകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കണം. അപ്പം ഇതാണ് വൺ വേ ഒതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. വൺ വേ ഒതൻറ്റിക്കേഷൻ്റെ അകത്ത് സെൻഡറും റിസീവറും ഒരു മെസ്സേജ് സെയിം ടൈമിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ആവശ്യമില്ല. ഓക്കെ, വൺ വേ ഒതൻറ്റിക്കേഷൻ പ്രോട്ടോക്കോളും രണ്ട് അപ്രോച്ചസാണ് ഉള്ളത്. ഓക്കെ, മ്യൂച്വൽ ഒതൻറ്റിക്കേഷൻ പ്രോട്ടോക്കോൾ പോലെ തന്നെ വൺ വേ ഒതൻറ്റിക്കേഷൻ അപ്രോച്ചിനകത്ത് രണ്ട് അപ്രോച്ചസ് ആണ് ഉള്ളത്. സിമെട്രിക് എൻക്രിപ്ഷൻ അപ്രോച്ചും പബ്ലിക് എൻക്രിപ്ഷൻ അപ്രോച്ചും. ഓക്കെ, ഈ സിമെട്രിക്കകത്ത് നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ കീ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ ഉണ്ട്. അപ്പോൾ KDCയുമായിട്ട് കോണ്ടാക്ട് ചെയ്യും. KDC ആണ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമുക്ക് മെസ്സേജിനെ സെൻഡ് ചെയ്യാം. പക്ഷെ മ്യൂച്വലിൻ്റെ അകത്ത് അങ്ങനെയല്ല, ബിയെ അക്സെപ്റ്റ് ചെയ്യണം. എയെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, മെസ്സേജ് സെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ ഈ കേസിൽ സിമെട്രിക് എൻക്രിപ്ഷൻ്റെ കേസിൽ ഈ വൺ വേ ആണെങ്കിൽ, വൺ വേ സിമെട്രിക്കിൻ്റെ അകത്ത് അങ്ങനെ വേണ്ട. ഡയറക്റ്റ് KDC ഓക്കെ ആയെങ്കിൽ പിന്നെ മെസ്സേജ് എയിൽ നിന്ന് ബിയിലേക്ക് നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ പബ്ലിക് എൻക്രിപ്ഷൻ അപ്രോച്ചിൻ്റെ അകത്ത് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മെസ്സേജിനെ ഹാഷ് ചെയ്ത മെസ്സേജിനെ ഇപ്പം നമ്മൾ ഹാഷ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഹാഷ് കോഡ് എന്ത് ചെയ്യുക, എൻക്രിപ്റ്റ് ചെയ്തിട്ട് ഇതിനെ അപ്പെൻഡ് ചെയ്തിട്ട് അയക്കുവാണ്. മെസ്സേജും ആ എൻക്രിപ്റ്റഡ് ഫോം ഓഫ് ഹാഷ് വാല്യൂയും കൂടെ അപ്പെൻഡ് ചെയ്തിട്ട് അയക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് പബ്ലിക് കീക്കകത്ത്. അല്ലാതെ വേറെ ഒരു വെരിഫിക്കേഷനും ഇവിടെ ചെയ്യുന്നില്ല. അതായത് വൺ വേ ഒതൻറ്റിക്കേഷൻ്റെ കേസിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, വൺ വേ ഒതൻറ്റിക്കേഷൻ അപ്രോച്ച് രണ്ട് തരമുണ്ട്. സിമെട്രിക്കും ഉണ്ട്, പബ്ലിക് എൻക്രിപ്ഷനും ഉണ്ട്. സിമെട്രിക്കിൻ്റെ അകത്ത് KDCയുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, KDC ഓക്കെ ആണ്, അവിടെ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് എയിൽ നിന്ന് ബിയിലേക്ക് മെസ്സേജിനെ സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. പബ്ലിക് എൻക്രിപ്ഷൻ അല്ലെങ്കിൽ ഇറ്റ് ഈസ് അസിമെട്രിക് എൻക്രിപ്ഷൻ്റെ കേസിൽ മെസ്സേജും അതിൻ്റെ എൻക്രിപ്റ്റഡ് ഫോം ഓഫ് ഹാഷ് വാല്യൂയും കൂടെ. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പഠിച്ചത് ഒതൻറ്റിക്കേഷൻ പ്രോട്ടോക്കോളിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കനെ പ്രസ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.